കോങ്കോയിലെ എബോള വൈറസിന്റെ പുതിയ വകഭേദം ദ്രുതഗതിയിൽ വ്യാപിക്കുന്നു. വാക്സിൻ ഇല്ലാത്തതും പ്രത്യേക ചികിത്സയുടെ അഭാവവുമാണ് ഈ വകഭേദത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. എബോളയുടെ അത്യപൂർവ വകഭേദമായ ബൂൻഡിബുഗോ ആണ് കോങ്കോയിൽ പടർന്നു പിടിക്കുന്നത്. വാക്സിൻ ഇല്ലാത്തതും പ്രത്യേക ചികിത്സയുടെ അഭാവവും കൂടുതൽ അപകടകാരിയാക്കുന്നു. ബൂൻഡിബുഗോ വകഭേദത്തിനെതിരെ വാക്സിൻ തയ്യാറാക്കാൻ 9 മാസമെങ്കിലും എടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. നിലവിൽ 2 വാക്സിനുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ക്ലിനിക്കൽ പരിശോധനകൾ നടത്തിയിട്ടില്ല. എബോളയുടെ പുതിയ വ്യാപനം മൂലം 139 മരണങ്ങൾ സ്ഥിരീകരിച്ചു. സംശയിക്കപ്പെടുന്ന രോഗികളുടെ നിരക്ക് 600 കടന്നു. വൈറസ് കണ്ടെത്താൻ വൈകിയതിനാൽ രോഗികളുടെ എണ്ണം ഇനിയും കൂടാനിടയുണ്ട്. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഏപ്രിൽ 24-ന് ഇറ്റൂരിയുടെ തലസ്ഥാനമായ ബുനിയയിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് മരിച്ച ഒരു നഴ്സായിരുന്നു ആദ്യത്തെ കേസ്. രോഗവ്യാപനമുള്ള കോങ്കോ, യുഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളോട് സമ്പർക്കത്തിലുള്ളവരെ കണ്ടെത്തും. എബോളയുടെ അത്യപൂർവമായ വകഭേദം ബൂൻഡിബുഗോയാണ് പുതിയ വ്യാപനത്തിന് പിന്നിൽ. എബോള വൈറസിന്റെ 6 വകഭേദങ്ങളിൽ ഒന്നാണ് ബൂൻഡിബുഗോ. സൈർ, സുഡാൻ, ടായ് ഫോറസ്റ്റ്, റെസ്റ്റോൺ, ബോബാലി എന്നിവയാണ് മറ്റുള്ളവ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.